الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മനുഷ്യന്റെ നിർവചനം പറയുന്നത് ഉലമാക്കൾ പറയുന്നതായിരുന്നു ഹയവാനുൻ ബുദ്ധിയുള്ള ജീവിയെന്നും സംസാരത്തിലൂടെ വിനിമയം നടത്തുന്ന ജീവിയെന്നും കാണുന്നു. മനുഷ്യന് മാത്രമാണ് ബുദ്ധിയുള്ളത്. കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ മനുഷ്യന് മാത്രമാണ് സാധിക്കുന്നത്. എന്നാൽ ഇന്ന് ആധുനിക കാലത്ത് മനുഷ്യൻ്റെ ഡെഫിനിഷന് ഭംഗം വരുന്ന രൂപത്തിൽ ലഹരി നിറമാടുകയാണ്. നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് പരിശോധിക്കുമ്പോൾ തന്നെ ലഹരിയുടെ വിളയാട്ടം കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യൻ്റെ സംസാരശേഷിയെ ദുർബലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കേണ്ടിടത്ത് അവൻ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നിടത്തേക്ക് എത്തുന്നത് ലഹരി മൂലമാണ്. ലഹരി മൂലമുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അവന് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, സംസാരത്തിന് ഭാഷയുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ മനുഷ്യന് ലഹരി അന്യമാണ്. ലഹരി മനുഷ്യനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ലഹരി കടിമപ്പെടുന്ന യുവത്വം എന്ന വിഷയം പ്രസക്തമാകുന്നത്. തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു മുസ്കരിൻ ഹറാമുൻ, എല്ലാ മസ്താക്കുന്ന വസ്തുക്കളും ഹറാമാണ്. മദ്യവും ലഹരിയും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, സത്യവിശ്വാസികളെ മദ്യവും ചൂതാട്ടവും മറ്റു മയക്കുമരുന്നുകളും അതുപോലുള്ള വസ്തുക്കളും നിങ്ങൾ ഉപേക്ഷിക്കണം. കാരണം അത് പൈശാചിക മേച്ചവൃത്തികളാണ്. യുവാക്കൾ എങ്ങനെ ലഹരിക്കടിമപ്പെടുന്നു? കുട്ടികൾ എങ്ങനെ ലഹരിക്കടിമപ്പെടുന്നു? വിദ്യാർത്ഥികൾ എങ്ങനെ ലഹരിക്കടിമപ്പെടുന്നു? ഇത് നോക്കാം. പല വിദ്യാർത്ഥികളും പല യുവാക്കളും ക്യാമ്പസുകളിൽ നിന്നും ഹയർ സെക്കൻഡറി തലങ്ങളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ആണ് പലപ്പോഴും ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതുപോലെ തന്നെ യുവാക്കൾ മറ്റു പാർട്ടികളിൽ നിന്നും കല്യാണ പാർട്ടികളിൽ നിന്നും അതുപോലെ തന്നെ ജന്മദിന വേളകളിൽ നിന്നും അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നിന്നും പാർട്ടികളിൽ നിന്നാണ് 70% ആളുകളും ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇന്റർവെല്ലുകളിൽ പോലും അതുപോലെ തന്നെ ലഞ്ച് ബ്രേക്കുകളിൽ പോലും ലഹരി സുലഭമായി നിറമാടിക്കൊണ്ടിരിക്കുകയാണ്. കൗമാരക്കാർ സംസ്ഥാനത്ത് സ്കൂളുകളും ക്യാമ്പസുകളും കേന്ദ്രീകരിച്ച് മയക്ക് വ്യാപാരം നടത്താനും വിൽക്കാനും ഹോൾസെയിലായും അല്ലാതെയും വിദ്യാർത്ഥികളാണ്. അവർക്ക് പിന്നിൽ അന്തർ സംസ്ഥാന റാക്കറ്റുകൾ നിറമാടുകയാണ്. ഇവിടെ സജീവമാകുന്നത് ലഹരിയാണ്. രക്ഷിതാക്കൾ ജാഗ്രതരാകേണ്ടതുണ്ട്. എൻ്റെ മക്കൾ നല്ല കുട്ടികളാണ്, അതുകൊണ്ട് അവരെങ്ങനെ ചെയ്യില്ല എന്ന ഒരു സ്വഭാവം മാറ്റിക്കൊണ്ട് എൻ്റെ വിദ്യാർത്ഥി എൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് ഓരോ രക്ഷിതാവിൻ്റെയും ബാധ്യതയാണ്. മറ്റ് ദുരന്തങ്ങളുടെയും അതുമൂലമുണ്ടാകുന്ന കണക്കുകളുടെ മരണങ്ങളുടെയും കണക്കുകൾ പത്രവാർത്തകളിൽ നാം ഏവരും വായിക്കുമ്പോൾ നെട്ടുന്നതാണ്. എന്നാൽ ലഹരിയുടെ കണക്കുകൾ ഇങ്ങനെയല്ല. ഇത് ലഹരിയുടെ കണക്കുകൾ എടുക്കാൻ സാധ്യമല്ല. അത്രയും അധികം കണക്കുകൾ ലഹരി കടിമപ്പെടുന്നവരുടെ ലിസ്റ്റിലുണ്ട്. 30-ൽ താഴെയാണ് അവരുടെ പ്രായം. അവർ തുടങ്ങുന്നത് പുകവലിയിൽ നിന്നാണ്. പുകവലി മൂലമുണ്ടാകുന്ന മണം കാരണം മണമില്ലാതിരിക്കാൻ പിന്നീട് അവർ ലഹരി അഭയമായി തുടങ്ങുന്നു. അങ്ങനെ ലഹരിയിൽ അടിമപ്പെട്ട് അവർ ജീവിതം തുടരുന്നു. ലഹരി അസ്തമിച്ച് പോയുള്ള നൈരാശ്യത്തിൽ ചൂലുകൊണ്ട് ഉമ്മയെ തല്ലിയ 15-കാരിയും ലഹരിയുടെ ആലസ്യത്താൽ